ഞങ്ങളുടെ കാര്യത്തില് കുഞ്ഞേച്ചി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾക്കിപ്പോൾ ഒരാശ്രയമായി കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ. ആ ഒരു ഓർമ്മ കുഞ്ഞേച്ചിക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഓർമ്മ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ. 100 കൂട്ടം കാര്യങ്ങൾ എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നേ. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ? നമ്മുടെ അമ്മയുടെ റോളാ നിനക്കിപ്പോ അല്ലേ? വിശ്രമമില്ലാത്ത ഓട്ടം, ഓട്ടം തന്നെ ഓട്ടം. ചില സിനിമകളിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓടുന്നവരൊക്കെ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുമെന്ന്. അത് പക്ഷേ ആ വീട്ടിലെ മൂത്താൾക്കുള്ള പണിയാ. ഇവിടെ അത് രണ്ടാമത്തെ ആൾക്കായെന്ന് മാത്രം. അല്ല ശാലിനി, മനസ്സൊന്ന് കലങ്ങി മറിഞ്ഞതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്റെ ഈ കിടപ്പ് ഓർത്തിട്ടാണോ? ഇതിലും വലിയ പ്രശ്നങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് ചേച്ചി. നമ്മുടെ അച്ഛന്റെ കാര്യം. അച്ഛൻ ഇങ്ങനൊരു അബദ്ധം എന്തിനാ കാണിച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛൻ ചില നേരത്ത് വലിയ അഭിമാനിയാ. ഓപ്പറേഷന് കാശ് വേണമെന്ന് പറഞ്ഞ് നടന്നപ്പോ പലവട്ടം ഞാൻ നിന്റെ പേര് സൂചിപ്പിച്ചതാ. പക്ഷേ അച്ഛൻ അത് കേട്ടില്ല. നിന്നോട് കാശ് മേടിക്കുന്നത് കുറച്ചിലായി അച്ഛന് തോന്നി. എന്നിട്ടിപ്പോ ചെയ്തു വെച്ചിരിക്കുന്നതോ എനിക്ക് വേണ്ടിയാ. എന്റെ ഓപ്പറേഷന് വേണ്ടി പണം ഉണ്ടാക്കാൻ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. എന്നോട് പണം ചോദിക്കാൻ അഭിമാനക്കുറവ്, മോഷ്ടിക്കാം, അതിനൊരു അഭിമാനക്കുറവുമില്ല. കാശിന്റെ കാര്യത്തില് കുഞ്ഞേച്ചി എപ്പോഴെങ്കിലും അച്ഛനോട് മുടക്കം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യവുമല്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നോ? അല്ലെങ്കിലും കുഞ്ഞേച്ചി ഒന്നും അറിയുന്നില്ലല്ലോ. അവിടെ മണിമാളികയിൽ സന്തോഷത്തോടെ അല്ലേ കഴിയുന്നേ? ഷമേ, ദേ ഇതൊരു ഹോസ്പിറ്റലാ, നമ്മുടെ വീടല്ല. നിനക്ക് എന്തേലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. അതാവുമ്പോ ആ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നോളുമല്ലോ. ഏത് വീട്? നമ്മുടെ വീടോ? അതിപ്പോ ഒരു വീടാണോ? വീടിന്റെ നെടുന്തൂണായിരുന്ന അമ്മ എവിടെയോ പോയി. അച്ഛനാണെങ്കി ജയിലില്. ദേ വല്യേച്ചി ഇവിടെ. ദേ ഇപ്പൊ കുഞ്ഞേച്ചി ആദ്യം ചെയ്യേണ്ടത് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാ. വല്യേച്ചിക്ക് വേണ്ടിട്ട് അച്ഛൻ ജയിലിൽ പോയി കിടക്കുന്ന. ഷമേ, അങ്ങനെ അച്ഛനെ ന്യായീകരിച്ചു പോവല്ലേ. ഈ ഓപ്പറേഷന്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പണം അച്ഛനോട് ഉണ്ടാക്കാൻ ഞാൻ പറയുമായിരുന്നോ? ശാരികേച്ചി ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സിക്കുന്നതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ നെല്ലും പതിരൊന്നും തിരിയാൻ നിൽക്കണ്ട ശാലിനി. നമ്മുടെ അച്ഛനല്ലേ, അച്ഛനൊരു അബദ്ധം പറ്റി. അത് മനസ്സിലാക്കി അച്ഛനെ നമ്മൾ ഇറക്കണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചേച്ചി. അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്തിട്ടാ ഞാൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ഓപ്പറേഷന്റെ കാര്യം കുഞ്ഞേച്ചി അറിഞ്ഞില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുക. ഞങ്ങളുടെ കാര്യത്തില് കുഞ്ഞേച്ചി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾക്കിപ്പോൾ ഒരാശ്രയമായി കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ. ആ ഒരു ഓർമ്മ കുഞ്ഞേച്ചിക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഓർമ്മ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ. 100 കൂട്ടം കാര്യങ്ങൾ എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നേ. ഒരു കാര്യം ദേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മറന്ന് ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. ഒരിക്കലും. നല്ല മനസ്സോടെ ഒന്ന് പുറകോട്ട് നോക്കിയാ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും. ആനു പറഞ്ഞോ. അഡ്വക്കേറ്റ് അരുണ മാഡത്തെ കാണാൻ വന്നിരിപ്പുണ്ട്.
വരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലല്ലോ. ആ, ശരി, ഞാനിപ്പോ വരാം. വെയിറ്റ് ചെയ്യാൻ പറയൂ. ഓക്കെ മാഡം. വക്കീൽ വന്ന് കളക്ടറേറ്റിൽ ഇരിക്കുക. അച്ഛന് ജാമ്യം വാങ്ങിക്കണ്ടേ? ചേച്ചി, നേരത്തെ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ഓർത്തു പോവാൻ ഞാൻ. ഓടുന്നവൻ ഓടിക്കൊണ്ടേയിരിക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. ചേച്ചിയെ നോക്കിക്കോണം. അമ്മ ഇതൊന്നും കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. എവിടെയോ ഉണ്ട്. ഒരു കണക്കിന് അമ്മ ഭാഗ്യവതിയാ. ഒന്നും അറിയണ്ടല്ലോ. ഒന്നും. വേലായുധേട്ടാ, വാതില് തുറക്ക്. വാതിൽ തുറക്കച്ച. വാതില് തുറക്ക് വേലായുധേട്ടാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. അകത്ത് കയറിയിരിക്കുന്നത് എന്തിനാ വേലായുധേട്ടാ? അച്ഛൻ ഇത് ആരെ പേടിക്കുന്നേ? അച്ഛനൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛാ ഇല്ല, എന്നെ അവര് കൊണ്ടുപോകും, എന്നെ അവര് പിടിക്കും. ഞാൻ തുറക്കൂല. വേലായുധേട്ടാ, അച്ഛാ, അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ? അച്ഛൻ വാതിൽ തുറക്കച്ച. അച്ഛൻ എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ശിവേട്ടൻ, എന്താ എന്താ പ്രശ്നം? എന്താ ശിവേട്ട, അച്ഛൻ വാതിൽ തുറക്കുന്നില്ല. മുറിയടച്ചകത്തിരുന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ആരൊക്കെ വരുമെന്നോ പിടിക്കുമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ മാർഗേ, വേലയേട്ടാ, ഞാൻ ശിവനാണ്. ചേട്ടാ, നിങ്ങൾ ആരെ പേടിക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ വന്ന് വേലാതേട്ടനെ കൊണ്ടുപോകാൻ ആര് വരാനാ? ഒരാളും വരില്ല. വേലാതേട്ടാ, വാതിൽ തുറന്നേ. ഇല്ല, ഞാൻ തുറക്കൂല. ഞാനിപ്പോ ചവിട്ടി തുറക്കുവേ. ഞാൻ തുറക്കൂല. കേറി നോക്കണം. സാർ, എന്താ സാറേ, എന്താ കാര്യം? മോഷണം. വേലായുധനിവിടെ. വേലായുധേട്ടനകത്തുണ്ട്. വാതില് തുറക്കുന്നില്ലായിരുന്നു. ഞങ്ങള് പറഞ്ഞു തുറപ്പിക്കാൻ നോക്കിയായിരുന്നു. ഇനി നിങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തുറന്നവനെ എടുത്തോളാം.